ഹായ്, ഇറ്റ്സ് മീ ഷെല്യാസ് ഫ്രം കോട്ട് ഡിസൈൻ. അപ്പം ഇത് പുതിയൊരു കളക്ഷനാണ്. ആക്ച്വലി പറഞ്ഞെങ്കിൽ ബാന്തിനിയുടെയും അതുപോലെ തന്നെ ലഹരിയ ദുപ്പട്ടയും വരുന്ന മൊഡാൾ സിൽക്ക് സെറ്റുകൾ നമ്മൾ റെഗുലറായിട്ട് കാണിക്കുന്നതാണ്. വിത്ത് ബോട്ടം ഉള്ളതാണ് കാണിക്കാറുണ്ട് കേട്ടോ. 4590. അപ്പം എല്ലാവരോട് പറയാറുണ്ട്, പക്ഷെ കാണുമ്പോൾ എടുക്കാൻ കൊതിയാവുന്നുണ്ട്, ഞങ്ങളെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. ഭയങ്കര കോസ്റ്റ് കൂടുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല, 4000 ബോട്ടം ഇല്ലാണ്ട് കൊണ്ടുവരുമെന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടം ഇല്ലാണ്ട് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 3690 ആണ് കോസ്റ്റ് വരുന്നത് കേട്ടോ. ബോട്ടം നമുക്ക് ഇതിൻ്റെ കോമൺ ടോപ്പിനോട് മാച്ചിങ് ആയിട്ടുള്ള ബോട്ടം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഈ കളേഴ്സൊക്കെ നല്ല കിടിലൻ കളേഴ്സുകളാണ് വന്നിട്ടുള്ളത്. കോമ്പിനേഷൻ വൈസ് ആയാലും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ പ്യുവർ മൊഡാൾ സിൽക്കാണ് ടോപ്പിൻ്റെ മെറ്റീരിയലും ദുപ്പട്ടയുടെ മെറ്റീരിയലും വരുന്നത്. പ്യുവർ മൊഡാൾ സിൽക്കിൽ ആക്ച്വൽ അജ്രക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള സെറ്റുകളാണ്. ബ്ലോക്ക് പ്രിന്റ് ആണ്, നാച്ചുറൽ ഡൈ ആണ്. അപ്പോൾ പ്രിന്റിൽ ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അത് ഞാൻ മുൻകൂട്ടി പറയുകയാണ്. അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. ടോപ്പിന്റെ ലെങ്ത് നമുക്ക് എന്തായാലും ഒരു 48-49 ലെങ്ത് കിട്ടും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ടോപ്പ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം പ്രിന്റിലാണ് വരുന്നത്. ഡിസൈൻ ഒരു ലീഫ് പ്രിന്റിൽ വരുന്ന അതാണ്. ഒരു ഇൻഡിഗോ ബ്ലാക്ക് ഒക്കെ മിക്സിങ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ദുപ്പട്ടയാണ്. ഒരു ലഹരിയ ഒരു പാറ്റേണിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിന് വന്നിട്ടുള്ളത്. വിത്ത് സെറി പല്ലു കേട്ടോ. സെറി പല്ലു കൂടെ വരുമ്പോൾ അടിപൊളിയാണ്. ഒരു ഫംഗ്ഷനൊക്കെ പറ്റിയ സൂപ്പർ പീസാണ്. നമുക്ക് ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഒന്നുകിൽ ഈ മെറൂൺ കളർ യൂസ് ചെയ്യാം, അല്ല കോമൺ ബ്ലാക്ക് കുറച്ച് ടോപ്പ് ലെങ്തി ആയിട്ട് ചെയ്തിട്ട് ബ്ലാക്ക് ബോട്ടം ആയാലും ഓക്കെയാണ് കേട്ടോ. സൂപ്പർ പീസാണ്, ഫംഗ്ഷനൊക്കെ പറ്റി അടിപൊളിയാണ്. റേഞ്ചും നമുക്ക് 3690 വരുന്നത്. ഇതൊക്കെ നമ്മൾ എബോവ് 4 റേഞ്ച് ചെയ്തിരുന്നായിരുന്നു വിത്ത് ബോട്ടം കേട്ടോ. നമുക്കിതിന് ബോട്ടം, ഇതിന്റെ ബാന്തിനി ബോട്ടം ഇല്ലാണ്ട് ഇതിന് പ്ലെയിൻ ബോട്ടം ഇട്ടാലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. നമുക്ക് 3000 റേഞ്ചിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇതിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു അജ്രക്കിന്റെ തന്നെ ഇങ്ങനത്തെ പ്രിന്റുകൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കുഞ്ഞു ഒരു തിക്കായിട്ടുള്ള പ്രിന്റുകൾ ഉണ്ടല്ലോ, അത് കാണുമ്പോഴേ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ടോപ്പ് ലെങ്ത് നമുക്കൊരു 49 ഒക്കെ എന്തായാലും കിട്ടും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സിംഗിൾ ഡിസൈൻ ആണ്, ബോർഡർ അങ്ങനെയൊന്നുമില്ല. സിംഗിൾ ഡിസൈൻ ആണ്. ലഹരിയ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെയും വരുന്നത്. ഇത് ആക്ച്വലി ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയാണ് ലഹരിയ ദുപ്പട്ട. അത് ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടുള്ള ദുപ്പട്ട കേട്ടോ. ഇതൊക്കെ ഡൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് ബോഡി പാർട്ട് വരുന്നത്. ദുപ്പട്ട ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് വിത്ത് ടിഷ്യൂ ബോർഡർ ആണ് ഇതിന് വരുന്നത്. മറ്റത് സെറി വീവ്സ് വരുന്നതാണ് തോന്നുന്നത്. ടിഷ്യൂ തന്നെയാണോ? ടിഷ്യൂ ബോർഡർ ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ, നെക്സ്റ്റ് കളർ. ഇപ്പോൾ ഫസ്റ്റ് ഒക്കെ മെറൂൺ ഷെയ്ഡുകളാണ് കാണിക്കുന്നത്. മെറൂൺ എന്ന് പറയുമ്പോൾ ശ്വാസം ഭയങ്കരമായിട്ട് മുട്ടുന്നുണ്ട്. മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു ബേക്കഡ് ഓറഞ്ച് കളർ, അല്ലെങ്കിൽ ബേക്കഡ് ഓറഞ്ച് അല്ല, ബ്രിക്ക് റെഡ് കളർ മിക്സ് ആയിട്ടുള്ള മെറൂൺ ആണ് കേട്ടോ. നോർമൽ ടൈപ്പുള്ള മെറൂൺ അല്ല. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ റെഡ് ഷെയ്ഡിലായിരിക്കും കാണുന്നുണ്ടായിരിക്കുക, റെഡ് അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ചെറിയ പ്രിന്റുകളാണ്. ഒരു ഇൻഡിഗോ ഷെയ്ഡിലുള്ള മോട്ടീവ്സ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത്. ടോപ്പിലേക്ക് ഫുള്ളായിട്ട് വരുന്നത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം പ്രിന്റിലാണ് ഐറ്റം വരുന്നത് കേട്ടോ. ഓക്കെ, അതിന് ടോപ്പ് ലെങ്ത് നമുക്കൊരു 49 എന്തായാലും കിട്ടും. ഒരു 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നല്ലൊരു ഷെയ്ഡാണ്. ദുപ്പട്ട അടിപൊളി കളറാണ് കേട്ടോ. നല്ലൊരു, ചിലപ്പോൾ വീഡിയോയിൽ നമുക്കൊരു നോർമൽ ഒരു ബ്ലൂ ആയിട്ട് ഫീൽ ചെയ്യും. ആക്ച്വലി ഒരു പീകോക്ക് ബ്ലൂ കളറിൽ വരുന്നതാണ്. എനിക്കൊരു മെറ്റാലിക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. അതിൽ ലഹരിയ അടിപൊളിയാണ്, സൂപ്പറാണ്. നമുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ മെറൂൺ കളർ അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ് ബ്ലൂ കളറിലുള്ളത്, ബ്ലാക്ക് കളർ കോമൺ ആയിട്ട് ബോർഡർ യൂസ് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് മെയിൻ ഹൈലൈറ്റ് അതിൻ്റെ പല്ലുവിലുള്ള ആ ഒരു സെറി ബോർഡറും കൂടെ കേട്ടോ. അതും കൂടെ നമ്മൾ ചെയ്താക്കണം, കാരണം മൊത്തത്തിൽ വരുമ്പോൾ നല്ല ലുക്ക് ഉണ്ടായിരിക്കും. അടുത്തത് വന്നിട്ട് നല്ലൊരു മെറൂൺ കളർ തന്നെയാണ്, കോമൺ മെറൂൺ ഷെയ്ഡാണ്. അതിൽ ഈ ഒരു പ്രിന്റ് കേട്ടോ, ബ്ലാക്ക് കളറും ഇൻഡിഗോയും മിക്സ് വരുന്ന പ്രിന്റാണ് വിത്ത് പാരറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് പ്രിന്റും അത് തന്നെയാണ്, പക്ഷെ ബ്ലൂ ആണ് ദുപ്പട്ട വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ പ്രിന്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. താഴ്ഭാഗത്ത് ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്. 49 ലെങ്ത് ഉണ്ടായിരിക്കും കേട്ടോ. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. വിതൗട്ട് ബോട്ടം നമുക്ക് ബ്ലാക്ക് കളർ ബോട്ടം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 റേഞ്ചിലേക്ക് ഇതില് കളറ് വീഡിയോയിൽ കാണുമ്പോൾ കളർ ഭയങ്കര ഗ്രീൻ ആയിട്ട്, ഒരു ലോക്കൽ ഗ്രീൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതിലേക്ക് നല്ല മാച്ചിങ് വരുന്ന ടൈപ്പിലുള്ള ഗ്രീൻ ആണ്. വീഡിയോയിൽ ഭയങ്കര ബ്രൈറ്റ് കളർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വാഴയുടെ ടെൻഡർ ലീഫ് ഉണ്ടല്ലോ, അതേ ഒരു ഷെല്ലില് വാഴത്തൂമ്പിന്റെ കളറാണ് കേട്ടോ. നെക്സ്റ്റ് സെയിം തന്നെ പ്രിന്റ് വരുന്നതാണ്. അതിൽ സെയിം പ്രിന്റിൽ ഒരു പീകോക്ക് അല്ലെങ്കിൽ മെറ്റാലിക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ്. ലഹരിയ ദുപ്പട്ട തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്.
ടോപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു ബോർഡർ വരുന്നുണ്ട്, ചെറിയൊരു ബോർഡർ കേട്ടോ. നല്ലൊരു ഡീപ്പ് ഡൈ ആണ് ഇപ്രാവശ്യം ഇതിലുള്ളത് കേട്ടോ. നോർമലി ഉള്ളതിനേക്കാളും നല്ല ഷാർപ്പ് പ്രിന്റ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഷാർപ്പ് പ്രിന്റ് ഒക്കെ നല്ല ക്ലിയർ കട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് നല്ല ഷാർപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നതും നല്ല ലഹരിയ ദുപ്പട്ടയാണ്. ഈ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എപ്പോഴും ഇതൊക്കെ നല്ല വൈറ്റ് കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് ബ്ലൂവിലേക്ക് പോയതാണ്. ആക്ച്വലി ഇത് പറഞ്ഞാൽ നല്ലൊരു ഷെയ്ഡാണ്, പീകോക്ക് ബ്ലൂ അല്ലെങ്കിൽ മെറ്റാലിക് ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ബ്ലൂ ആണ്. പിന്നെ ഇത് വൈറ്റ് കളർ അല്ല, ഞാനിപ്പോൾ കാണിച്ചതെല്ലാം ഒരു ഐവറി ഷെയ്ഡ് അല്ലെങ്കിൽ ബേജ് കളറാണ് ഇതിന്റെ ഗ്യാപ്പിൽ വരുന്നത് കേട്ടോ. ചിലപ്പോൾ വീഡിയോയിൽ വൈറ്റ് കളറായിട്ടാവും ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? വൈറ്റ് കളറായിട്ടാണ് ഫീൽ ചെയ്യുക. അങ്ങനെയല്ല, ഭയങ്കര കോൺട്രാസ്റ്റ് അടിച്ചിട്ടല്ല, ഇതിലേക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ടൈപ്പാണ് പ്രിന്റുകളൊക്കെ തന്നെ വരുന്നത്. അടുത്തത് ചെറിയൊരു മോട്ടീവാണ്, ചെറിയൊരു പ്രിന്റാണ് വരുന്നത് കേട്ടോ. ഓക്കെ, 49 ലെങ്ത് ഉണ്ടായിരിക്കും, 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ചെറിയൊരു ബോർഡർ പാറ്റേൺ ലോവർ പാർട്ടിലായിട്ട് വരുന്നുണ്ട്. ടോപ്പിന്റെ ലെങ്ത് ഒരു 49 ആണ്, 4XL സൈസ് ആണ് കേട്ടോ. ഓക്കെ, നല്ലൊരു മെറ്റീരിയൽ. അത് നല്ല ഈ മൊഡാൾ സിൽക്കിന്റെ റേറ്റ് നമുക്ക് ഡിഫറൻസ് വരുന്നത് അത് പിടിക്കുമ്പോഴുള്ള ആ ഒരു വെയിറ്റിനാണ്. വെയിറ്റ് കൂടുന്തോറുമാണ് അതിൻ്റെ കോസ്റ്റിൽ കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. ഇത് വെയിറ്റ് നല്ല ഉണ്ട്. വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റുള്ള ഉദ്ദേശിക്കുന്നത്, ചിലത് ഭയങ്കര പതിരായിട്ട് തീരെ തിന്നായിട്ടുള്ളതുണ്ടായിരിക്കും, അത് കുറച്ച് ലോക്കലാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ കാണുമ്പോൾ ഇത്ര ഭംഗി ഉണ്ടാകാൻ സാധ്യതയില്ല. നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ്, സോറി പീകോക്ക് ഗ്രീൻ ആണ്, നല്ല ഗ്രീൻ ആട്ടാ. പീകോക്ക് ബ്ലൂ ആണ് വീഡിയോയിൽ കാണുന്നത്, പക്ഷെ ആ കളറല്ല, വോയിസും കൂടെ കേട്ടിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. പീകോക്ക് ഗ്രീൻ ആണ്, അടിപൊളി പീസ്. അതിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് അടിച്ചു പൊളിച്ചിടാൻ പറ്റുന്ന ഒരു പീസാണ് കേട്ടോ. അടുത്തതും സെയിം മോട്ടീവ് വരുന്നതാണ്, പക്ഷെ ദുപ്പട്ടയിലെ കളറിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഓഫ്, ഒരു രക്ഷയില്ലാത്തൊരു ഷെയ്ഡ് കേട്ടോ. നല്ല കറക്റ്റ് പറഞ്ഞാൽ ഒരു മെഹന്തി ഗ്രീനിന്റെ ശരിക്ക് ഡ്രൈ ഫോം അല്ലാത്തൊരു ഷെയ്ഡ്, മെഹന്തി ലീഫിന്റെ ഡ്രൈ അല്ലെങ്കിൽ ആ ഒരു മെഹന്തിയുടെ ഡ്രൈ അല്ലാത്തൊരു ഷെയ്ഡ് അല്ലെ, കറക്റ്റ് നല്ലൊരു ഷെയ്ഡ്. ഇതാണ് ടോപ്പ് വരുന്നത്. ലോവർ പാർട്ടിലായിട്ട് ഒരു ബോർഡർ വരുന്നുണ്ട്, 49 ലെങ്ത് ഉണ്ടായിരിക്കും, 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. മോഡാളിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഉള്ളത് സൂപ്പർ ക്വാളിറ്റിയാണ്. ഇത് തന്നെ നമുക്ക് പല കാറ്റഗറിയിൽ ചെയ്യാനായിട്ട് പറ്റും, വീണ്ടും കോസ്റ്റ് കുറച്ചിട്ടും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിൽ കാര്യമില്ല, നമുക്ക് മോഡാളിന്റെ ആ ഒരു മെറ്റീരിയലിന്റെ ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രാം വെയിറ്റ് ആ ഒരു കൂടിയതിൽ തന്നെ ആയിരിക്കും ഫിനിഷിങ് ഉണ്ടായിരിക്കുക, ആ പ്രിന്റിനായാലും ഒക്കെ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ പല്ലു ഏരിയൊക്കെ നോക്കി നോക്കിയേ, ടോപ്പിന്റെ സോറി ദുപ്പട്ടയുടെ നല്ലതാണ്. കളർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഒന്നും കൂടെ ലൈറ്റ് ആയിരിക്കും അല്ലേ, അപ്പൊ അതാണ് വരുന്നത്. ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ അടിപൊളി കളറാണ് കേട്ടോ. ഇതിലത്തൊന്നും വൈറ്റ് കളറല്ല, ആ ഒരു ഈ പ്രിന്റ് വരുന്നുണ്ടല്ലോ അതൊന്നും വൈറ്റ് ഷെയ്ഡ് അല്ല കേട്ടോ, ഒക്കെ ഐവറി അല്ലെങ്കിൽ ബേജ് കളർ, ആ ഒരു കളറിനോട് മാച്ചിങ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ്, കുറച്ചിങ്ങനെ ഫുൾ ഓൾ ഓവർ ഒരു പ്രിന്റ് വരുന്ന പാറ്റേൺ ആണ് കേട്ടോ. ഓക്കെ, 49 ലെങ്ത്, 4XL സൈസ് ഉണ്ടായിരിക്കും. ഇതിന്റെ ദുപ്പട്ടയുടെ ഷെയ്ഡ് വന്നിട്ട് എന്താ പറയുക, ഒരു ഗ്രേഷ് ഗ്രീൻ എന്ന് പറയാം അല്ലേ, ഗ്രീനിഷ് ഗ്രേ ഷെയ്ഡ് വരുന്നതാണ്. ഒരു ആഷ് കളർ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ വരുന്നതാണ്. വീഡിയോയിൽ കാണുന്ന ഓൾമോസ്റ്റ് ഷെയ്ഡ് തന്നെ ആയിരിക്കും കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്, അടിപൊളി പീസാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ആരും മിസ് ചെയ്യരുത്, കാരണം ഈ ഒരു കോസ്റ്റ്ലി ഈ ഒരു ഐറ്റം നല്ല അടിപൊളി പീസ്. കാരണം ദുപ്പട്ടയ്ക്ക് മാത്രം അപ്രോക്സിമേറ്റ് 3000 ഒക്കെ റേഞ്ച് ഈ ഒരു ജെറി ദുപ്പട്ട വരുന്നതിനുണ്ട് മാർക്കറ്റിൽ കേട്ടോ. പിന്നെ ഉണ്ട് അതിന് കോസ്റ്റ് കുറേ ഉണ്ടാവും, പക്ഷേ ഈ ജെറി ദുപ്പട്ടയ്ക്ക് ഒരിക്കലും ആ ജെറി ബോർഡറിന് ആ ഒരു ഫിനിഷിങ് എന്തായാലും ഉണ്ടാവില്ല. അതിന് കോസ്റ്റ് കുറയുമ്പോൾ ഇങ്ങനെ ഷ്രിങ്കായി അങ്ങനെ കിടക്കുന്ന ഒരു പാറ്റേൺ ആയിരിക്കും. എന്നാൽ അത്രയും ഫിനിഷിംഗ് ആണ്, പെർഫെക്റ്റ് ലുക്കാണ്. നിങ്ങൾക്ക് ഞാൻ അത് കാണിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും, അത്രയും നീറ്റാണ്. അതൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് ചെയ്യുന്നതാണ്, അയൺ ചെയ്തിട്ടൊക്കെ നീറ്റാക്കി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കോസ്റ്റ് വരും. പിന്നെ തിക്നെസ് എന്നുള്ളത് നല്ല നീറ്റായിട്ടുള്ള ഒരു കുറച്ച് തിക്കായിട്ടുള്ള മൊഡാൾ മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് തന്നെ അതിനും കോസ്റ്റ് കൂടുതലാണ് കേട്ടോ. പക്ഷെ നീറ്റായിട്ടുള്ള പ്രിന്റ് ആയിരിക്കും. ഇത് കുഞ്ഞു പ്രിന്റാണ് ഇതിന് വരുന്നത്. ഇൻഡിഗോ ഷെയ്ഡായിട്ടാണ് ഈ മുന്നിൽ കാണിക്കുന്നത്. കുറച്ച് ഷെയ്ഡുകൾ ഇൻഡിഗോ ആയിരിക്കും. ഇൻഡിഗോയിൽ മെറൂൺ കളർ വരുന്നതാണ്. ടോപ്പിന്റെ മെറ്റീരിയൽ നമുക്കൊരു 48 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്, ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. പല്ലു ഏരിയയിൽ ബ്ലൂ കളറും അതുപോലെ തന്നെ ടിഷ്യൂ ബോർഡറും കൂടെ വരുന്ന ഒരു സൂപ്പർ പീസാണ് കേട്ടോ. ഈ ടിഷ്യൂ ബോർഡറിന്റെ കാര്യം പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ബോർഡർ ഉണ്ടെന്ന് അറിയാത്ത ടൈപ്പിലുള്ള തിന്നായിട്ടുള്ള ഇതാണ് വരുന്നത് കേട്ടോ. അടിപൊളി പീസാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ഇൻഡിഗോയിൽ തന്നെ എന്താണ് നല്ലൊരു പീകോക്ക് ഗ്രീൻ കേട്ടോ. ഈ പീകോക്ക് ഗ്രീൻ എന്തായാലും എനിക്ക് ടെൻഷനാണ്. പീകോക്ക് ഗ്രീൻ ഒക്കെ കാണിക്കുമ്പോൾ അതെപ്പോഴും അതിൻ്റെ ആ കറക്റ്റ് എക്സാക്റ്റ് കളർ എപ്പോഴും മറച്ചു വെച്ചിട്ടാണ്. പീകോക്ക് ബ്ലൂവിലേക്കാണ് മാറുക. അപ്പോൾ ആ ഒരു കറക്റ്റ് ലുക്ക് ശരിക്കും തീരെ കിട്ടാറില്ല.
അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽസ് നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ എന്ത് ഭംഗിയുള്ള പീസുകളായിരിക്കും, പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ അത് വേറൊരു കളറിലേക്ക് മാറുന്നത് ഭയങ്കര സങ്കടമാണ്. ഓക്കെ, അടുത്തത് ദുപ്പട്ട നല്ലൊരു ഡീപ്പ് പീകോക്ക് ഗ്രീൻ കളറിൽ വരുന്നതാണ്. വീഡിയോയിൽ എന്തായാലും പീകോക്ക് ബ്ലൂ ആവും അല്ലേ? മാറ്റില്ല. ആദ്യമായിട്ടാണ് ഞാൻ വിഷമം പറഞ്ഞ കാരണം എനിക്ക് ചിലപ്പോൾ ഇത് എക്സാക്ട് പീകോക്ക് ഗ്രീൻ ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയണത്. ഇനി എന്താന്നുള്ളത് എന്തായാലും ഇത് പീകോക്ക് ഗ്രീൻ ആണ് കേട്ടോ. പീകോക്ക് ഗ്രീൻ ആണ്. അതിലേക്ക് ആ ഒരു ഇൻഡിഗോ ഷെയ്ഡും കൂടെ മിക്സിംഗ് ആയിട്ട് വന്നപ്പോൾ അതിന്റെ ഒരു ഭംഗി നോക്കിയേ, ആ ഒരു ഫിനിഷിങ് കണ്ടാ. ഇത് തന്നെ പല ഞാൻ പറയാൻ കാരണം പല റേഞ്ചസിലും നമുക്ക് ഇതിപ്പോൾ ദുപ്പട്ടയാണെങ്കിൽ തന്നെ പല റേഞ്ചിലും അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു ഫിനിഷിങ് നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. സൂപ്പർ പീസ്. അതിൻ്റെ കൂടെയൊക്കെ ബ്ലാക്ക് കോമൺ ബോട്ടം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 3690 ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻസ് വരുന്നതാണ്. ഫുള്ളി ബാക്ക് ആൻഡ് ഫ്രണ്ട് ഇതുപോലെ ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. അതിൻ്റെ കൂടെ നല്ലൊരു ഗ്രീൻ, അതും ഒരു എന്താ പറയുക ലൈറ്റ് എന്ത് ഷെയ്ഡ് എന്താ പറയുക, ശരിക്കും നല്ലൊരു ഗ്രീൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഗ്രീൻ കളർ. നല്ല ഭംഗി ഉണ്ടായിരിക്കും അങ്ങനത്തെ ചുരിദാർ. പാരറ്റ് ഗ്രീൻ എന്ന് പറയാൻ പറ്റുമോ? പാരറ്റ് ഗ്രീൻ ഒക്കെ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, പക്ഷെ നല്ല ഒരു ഭംഗിയുള്ളൊരു ഗ്രീൻ. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിൽ ചിലപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇത് വൈറ്റ് ഷെയ്ഡ് ആയിട്ടായിരിക്കും വിസിബിൾ ആവുക. വൈറ്റ് കളർ അല്ല, ഒരു ഐവറി അല്ലെങ്കിൽ ഒരു ബീച്ച് കളർ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത്. സൂപ്പർ ദുപ്പട്ടയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഒരുപാട് പീസുകളുണ്ട്. എന്തായാലും ചിലപ്പോൾ നമുക്ക് ബോറടിക്കും, പക്ഷെ ഇതെല്ലതും കാണിക്കാൻ കാരണം നമ്മൾ വീഡിയോ കാണുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും ഇത് കിട്ടണമല്ലോ എന്നുള്ളതിൽ ഒറ്റ ഇതിൽ തന്നെ വീഡിയോയിൽ കാണിക്കുക. കാരണം ഇതിൻ്റെയൊക്കെ ഒരു പീസിൻ്റെ തന്നെ ഒരുപാട് പീസസ് അവൈലബിൾ അല്ല. മറ്റതൊക്കെ നമ്മൾ കിട്ടുന്ന പോലെ ഇപ്പം ഈ ഒരു ഡിസൈൻ്റെ 10 പീസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് പോസിബിൾ അല്ല. പിന്നെ നമ്മൾ സ്പെഷ്യലി അത് പ്രൊഡക്ഷൻ ചെയ്തെടുക്കുമ്പോഴാണ് അങ്ങനെ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് പ്രീ ബുക്കിംഗ് എടുക്കേണ്ടി വരും, സെയിം ഡിസൈൻ റിപ്പീറ്റേഷൻ വരുമ്പോൾ. അപ്പോൾ അതൊക്കെ ടൈം ഡ്യൂറേഷൻ ഭയങ്കര ഇഷ്യൂ ആണ്. നോർമലി എനിക്ക് മൊഡാളിൻ്റെത് പ്രീ ബുക്കിംഗ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനാണ്. കാരണം ആ പറഞ്ഞ ടൈം ലിമിറ്റിൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് തരാനായിട്ട് പറ്റാണ്ടാവുമ്പോൾ പിന്നെ അതൊരു എക്സ്ക്യൂസ് പറയൽ ഭയങ്കര ഇഷ്യൂ ആയ കാരണമാണ് ഞാൻ പ്രീ ബുക്കിംഗ് മൊഡാൾ സിൽക്കിൽ മെയിൻ ഒഴിവാക്കാനുള്ള മെയിൻ റീസൺ കേട്ടോ. കറക്റ്റ് ആ ഒരു ടൈം സ്പാൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. അത് പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ്. അടിപൊളി. അത് നേവി ബ്ലൂ ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നതാ പറയുന്നത്. നേവി ബ്ലൂ അല്ല, ആക്ച്വൽ മെറ്റാലിക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന നല്ല അടിപൊളി ഒരു ദുപ്പട്ട കേട്ടോ. എന്ത് ഭംഗിയെ കാണാനായിട്ട്. അതിൻ്റെ ആ ഒരു പല്ലു ഏരിയ ഒക്കെ ശരിക്ക് കറക്റ്റ് ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടുള്ള റിയൽ ആയിട്ട് വെച്ചാൽ നമുക്ക് അത്രയും അങ്ങനെ ആയ കാരണം ഇതിനെ എടുത്ത് സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. അത്രയും നല്ല നീറ്റായിട്ടുള്ള പ്രിന്റിംഗ് ആണ്. അതിൻ്റെ ആ ടിഷ്യൂ ബോർഡേഴ്സ് ആയാലും നല്ല നീറ്റായിട്ടുള്ള ബോർഡർ ആയിട്ട് വരുന്നത്. അടുത്തത് വരുന്നത് ആ ഇൻഡിഗോ ഷെയ്ഡിൽ തന്നെ ചെറിയൊരു ഡിസൈനിൽ മാറ്റം വരുന്നുണ്ട്. പ്രിന്റിൽ ഇങ്ങനെയുള്ള പ്രിന്റാണ് വരുന്നത്. പിന്നെന്താ അതിൻ്റെ ദുപ്പട്ടയിലും അതുപോലെ തന്നെ ഒരു മെഹന്തി ഡ്രൈ മെഹന്തി ലീഫിൻ്റെ ഡിസൈനിൽ വരുന്നത് അല്ലേ. അതിലൊരു ഗ്രേ കളർ കൂടെ മിക്സിംഗ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇൻഡിഗോ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. അതിൽ മെറൂൺ കളർ ഐവറി ഷെയ്ഡൊക്കെ മിക്സിംഗ് ആയിട്ടുള്ളൊരു പ്രിന്റാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ കേട്ടോ. ഇത് ആക്ച്വലി പറഞ്ഞാൽ മെഹന്തി ഗ്രീനും ഒരു ഗ്രേ ഒക്കെ മിക്സിംഗ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് ഫുള്ള് ഐവറി, ഇപ്പോൾ കാണിക്കുന്നത് ഫുള്ള് അങ്ങനെ ആയിരിക്കും കേട്ടോ. ഐവറി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബേജ് കളറാണ് ആ ലൈൻസ് വരുന്നത്. അടിപൊളി പീസാണ് കേട്ടോ. അടുത്ത ഷെയ്ഡ് വരുന്നതും അതുപോലെ തന്നെ ഇൻഡിഗോ ആണ് വിത്ത് പീകോക്ക് ബ്ലൂ കളറിൽ. പീകോക്ക് ബ്ലൂ അല്ല, പീകോക്ക് ഗ്രീൻ അല്ലേ. പീകോക്ക് ഗ്രീൻ ഷെയ്ഡാണ്, പക്ഷെ വീഡിയോയിൽ പീകോക്ക് ബ്ലൂ ആയിരിക്കും കേട്ടോ. പീകോക്ക് ബ്ലൂ ആണ്. ഓക്കെ, പീകോക്ക് ഗ്രീൻ ആണ്. ഇത് ഇൻഡിഗോയിൽ ചെറിയ പ്രിന്റ് ആണ്. സൈഡിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം. നമ്പറോട് കൂടിയിട്ടുള്ള സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തത് പീകോക്ക് ഗ്രീൻ കളറിൽ വരുന്നതാണ്. വീഡിയോയിൽ പീകോക്ക് ബ്ലൂ ആയിരിക്കും. 2.5 മീറ്ററാണ് ദുപ്പട്ട വരിക. നമുക്ക് 48 ലെങ്ത് ടോപ്പിൻ്റെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. 48 അല്ല, അതിലും കൂടുതലുണ്ട്. ഞാൻ 48 എന്ന് പറയുകയാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. അടിപൊളിയാണ്. വീഡിയോയിൽ ഇതൊരു ഭംഗിയില്ലാത്തതാണ്. പീകോക്ക് ബ്ലൂ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. ആക്ച്വലി പീകോക്ക് ഗ്രീൻ ആണ് കേട്ടോ. അടുത്തത് ഒരു രക്ഷയില്ലാത്ത പ്രിന്റാണ്. നല്ലൊരു ഡീപ്പ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു ഡീപ്പ് ടാൻ ഷെയ്ഡിൽ വരുന്ന കോമ്പിനേഷനാണ്. അതിൻ്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്ലാക്ക് കളറിൽ അങ്ങനത്തെ ഒരു പ്രിന്റാണ് വരുന്നത്. ദുപ്പട്ട ഒരു കോഫി ബ്രൗണിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. ടാൻ കളറിൻ്റെ ഡീപ്പ് കളറാണ്. ഓക്കെ, ഇത് ഭംഗിയ അത് കാണാനായിട്ട് ഒരു ഫിനിഷിങ്ങും എടുത്ത് പറയേണ്ടതാണ്. ഇതാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ബ്ലാക്ക് ബോട്ടം ഒക്കെയാണ്. ബ്ലാക്ക് ഷെയ്ഡിലുള്ള ബോട്ടം ഇട്ടാൽ മതി.
അടുത്തത് വരുന്നത് ബ്ലാക്ക് കളറിൽ തന്നെ ഒരു പാരറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നത്. ബ്ലാക്ക് കളർ പാരറ്റ് ഗ്രീനൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒന്നുകൂടെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സുകളല്ല കേട്ടോ, അത്ര ബ്രൈറ്റ് കളേഴ്സുകളല്ല. ചെറിയ ബൂട്ടാസാണ്, ചെറിയ മോട്ടീവ്സ് ആണ് വരുന്നത്. അല്ല, ചെറിയ ഫ്ലോറൽ പ്രിന്റുകളാണ് വരുന്നത്. 48 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബ്ലാക്ക് ബോട്ടം ഓക്കെയാണ്. ദുപ്പട്ട 2.5 മീറ്റർ ആണ് ഉള്ളത്. ചിലപ്പോൾ വീഡിയോയിൽ ഭയങ്കര ബ്രൈറ്റ് ഗ്രീൻ ആയിരിക്കും, പാരറ്റ് ഗ്രീൻ ആയിരിക്കും. ബ്രൈറ്റ് അല്ല, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നോക്കിയേ, പല്ലു സൈഡൊക്കെ നല്ല ടിഷ്യൂ ബോർഡറൊക്കെ നല്ല ഫ്രഷ് ആൻഡ് നീറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും കയ്യിൽ കിട്ടുമ്പോൾ അത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഡീപ്പ് ജെറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ നല്ലൊരു റെഡ് ഷെയ്ഡും കൂടെ വരുന്നതാണ്. ഇത് ആക്ച്വൽ ഒരു കറക്റ്റ് റെഡാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു കളർ വരുന്നത് കറക്റ്റ് ടൊമാറ്റോ റെഡ് എന്ന് പറയാനായിട്ട് പറ്റില്ല, കറക്റ്റ് റെഡ് അല്ലേ, കറക്റ്റ് റെഡാണ്. ആ റെഡിഷ് മെറൂൺ ഒന്നല്ല, കറക്റ്റ് റെഡ് വെച്ചാൽ ഭയങ്കര ചില്ലി റെഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ കാണാം. പക്ഷെ ചില്ലി റെഡ് അല്ല, ബ്ലാക്കിലേക്ക് നന്നായിട്ട് കോമ്പിനേഷൻ വരുന്നൊരു റെഡ് ഉണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറയുമ്പോഴുള്ള ഒരു കോമ്പിനേഷൻ, ചില്ലി റെഡ് അല്ലാത്തൊരു റെഡ് ഉണ്ടല്ലോ, ആ ഒരു കളറാണ് കേട്ടോ. ഇതിലേക്ക് വരുമ്പോൾ കോമ്പിനേഷൻ ബ്ലാക്ക് ബോട്ടം ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡും ഞാനിപ്പോ നേരത്തെ കാണിച്ച സെയിം പ്രിന്റും ഷെയ്ഡും ഒക്കെ തന്നെയാണ്. ഓൾറെഡി നമ്പർ ഇട്ട് പോയി, അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഇത് കുറവുണ്ട്. ഇല്ല, സെയിം തന്നെ, രണ്ടും സെയിം തന്നെയാണ്, സെയിം ഡിസൈനാണ്. അപ്പൊ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ, സെയിം കളർ തന്നെയാണ് കേട്ടോ. അപ്പൊ അത് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുക. നമ്പർ ഓൾറെഡി ഇട്ട കാരണം നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂ ഉണ്ടായല്ലോ എന്ന് കരുതിയിട്ടുള്ള തൊട്ട് മുന്നേ കാണിച്ച സെയിം തന്നെയാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. നല്ലൊരു റെഡ് കളറാണ്, ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോ ഉണ്ടല്ലോ, അതിലെ റെഡാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതിൽ കാണുന്നത് വൈറ്റ് ഷെയ്ഡ് അല്ല, ഒരു ഐവറി കളറിൽ വരുന്ന ലൈൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ വൈറ്റ് കളറിലായിരിക്കും ഫീൽ ചെയ്യുക. ഓക്കെ, അടുത്തത് വരുന്നതും നല്ല ഡീപ്പ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. അതിലേക്ക് കുഞ്ഞു മോട്ടീവ്സ് ആണ് കേട്ടോ, ഫ്ലോറൽ പ്രിന്റ് പോലെ വരുന്ന അങ്ങനെ വരുന്നതാണ്. പിന്നെന്താ 48 എന്തായാലും ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. 48 അല്ല ലെങ്ത്, എന്നാലും 48 വരെ എന്തായാലും ലെങ്ത് കിട്ടും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ദുപ്പട്ട ഒരു പീകോക്ക് ബ്ലൂ അല്ലെങ്കിൽ മെറ്റാലിക് ബ്ലൂ ഷെയ്ഡിൽ വരും. അതിൽ ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. പറഞ്ഞത് ഒരു കഷ്ടമല്ലേ, വീഡിയോയിൽ നമുക്ക് ഈ ഭംഗിയുള്ള കളേഴ്സ് ഒന്നും അതിന് എക്സാക്ട് കളറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റുന്നില്ല. എന്താ ചെയ്യുക, എന്തുകൊണ്ടതൊരു രക്ഷയില്ല, എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടില്ല. അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ നോർമലി പീകോക്ക് ബ്ലൂവും പീകോക്ക് ഗ്രീൻ അങ്ങോട്ട് മാറാൻ. ഇത് അടിപൊളി കളറാണ്. ഒരിക്കലും അതിൻ്റെ ആ കളറ് എന്താ പറയുക, അത് കാണുമ്പോൾ അങ്ങനത്തെ ശരിക്കും ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. അടുത്തത് വരുന്നത് ഒരു മെറൂൺ ഇടയിൽ കയറിയുണ്ടല്ലോ, മെറൂൺ ഷെയ്ഡിലാണ്. ഓ, ബാന്തിനി ഡിസൈൻ ആയിട്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നത് മെറൂൺ കളറിൽ ഇങ്ങനെയാണ്. താഴേക്ക് ബോർഡർ വരുന്നുണ്ട്, ടോപ്പിന്റെ ബോർഡർ വരുന്നത് സെന്ററിലായിട്ട് നമുക്ക് ആ റൗണ്ട് പാറ്റേൺ നമ്മൾ കാണിക്കാറില്ലേ, അതുപോലെയാണ് വരുന്നത്. മെറൂൺ കളറിലാണ് ടോപ്പ് വരുന്നത്. മെറൂണും ഒരു ബ്ലൂ കളർ ഐവറി ഒക്കെ മിക്സ് ആയിട്ടുള്ള കേട്ടോ. ഇതിന്റെ ടോപ്പിന്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല കളറാണ്, ഡീപ്പായിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ്. അതിൽ കാണുമ്പോൾ ചിലപ്പോൾ നേവി ബ്ലൂ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ വീഡിയോയില്. അതിന്റെ സെന്ററിലാണ് ഒരു റൗണ്ട് വരുന്നത്. അടിപൊളി പീസാണ് കേട്ടോ, ബ്ലാക്ക് ബോട്ടം ഒക്കെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലാക്കും അതുപോലെ തന്നെ കോമ്പിനേഷൻ വരുന്നത് റെഡ് കളറാണ്. അതും ബാദ്രി ഡിസൈനാണ് വരുന്നത്. ഇതിലേക്കുള്ള ഡിസൈൻ ഇങ്ങനെയാണ് ബ്ലാക്കിന്റെ. ഓക്കെ, ടോപ്പ് ഇങ്ങനെയാണ് വരിക. 48 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. റെഡ് കളർ, ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറയുമ്പോൾ ആ റെഡ് ഉണ്ടല്ലോ, ആ റെഡ് ഷെയ്ഡിലേക്ക് ഇതുപോലെ പല്ലു ഏരിയ വരുന്നതാണ്. നല്ല പീസാണ് കേട്ടോ, നല്ല രസമാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിലേക്കൊക്കെ ബ്ലാക്ക് ബോട്ടം ഓക്കെയാണ്. അടുത്ത ഷെയ്ഡ് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ തന്നെ വേറൊരു ഇത് കാണിച്ചിട്ടുണ്ടോന്ന്, ചെറിയ പ്രിന്റിൽ ഇതുപോലെ ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. ടോപ്പ് ഒരു ലൈൻ പാറ്റേൺ ആണ് ഓൾ ഓവർ വരുന്നത്. അതിലേക്ക് നല്ലൊരു ഗ്രീൻ കളർ ഇട്ടാ, പീകോ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ബോട്ടിൽ ഗ്രീൻ കളറാണ്. നമ്മൾ നോർമൽ നല്ല ഷെയ്ഡാണ്, ബോട്ടിൽ ഗ്രീൻ കളറാണ്. ഇതിലേക്ക് ഈ ലൈൻ പാറ്റേണും വരുമ്പോൾ നല്ല രസം ഉണ്ടായിരിക്കും. ഡ്രസ്സിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ആ ഒരു ഇതുണ്ടായിരിക്കും, നല്ല ലുക്ക് ഉണ്ടായിരിക്കും. ഇതായിരിക്കും ദുപ്പട്ട വരുന്നത്. ശരിക്കും നല്ല നീറ്റിൽ കിടക്കുന്ന ഇതാട്ടോ, ക്രേപ്പ് ലൈനിങ് ആയിരിക്കും ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, പല്ലുവിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഉള്ളൊരു ഫിനിഷിങ് നല്ല രസമാണ്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ഡിസൈൻ വരുന്നത്, ലാസ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്കിലേക്ക് നല്ലൊരു പീകോക്ക് ബ്ലൂ കളർ അല്ലെങ്കിൽ മെറ്റാലിക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ.
ഓക്കെ, ഇതാണ് ടോപ്പ് വരുന്നത്. നമുക്കൊരു 48 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ലഹരിയ ദുപ്പട്ടയാണ് വരുന്നത്. പല്ലു ഏരിയയിൽ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടായിരിക്കും. നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ്. വീഡിയോയിൽ എന്തായാലും ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. നോർമൽ ബ്ലൂ ആയിട്ടാണ് ഫീൽ ചെയ്യുക. അത് ശരിക്കും പറയാം മെറ്റാലിക് ബ്ലൂ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി മെറ്റാലിക് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് എങ്ങനെയാണ് വരിക. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അടിപൊളി കളേഴ്സാണ്, ആരും മിസ് ചെയ്യേണ്ട. ഈ ഒരു റേഞ്ചിൽ അടിപൊളി പീസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഷ്ടമായ സ്ക്രീൻഷോട്ട് എടുക്കുക. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യാം. മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതിലേക്ക് ബൈ.